ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ എടുക്കാൻ വിചാരിച്ചു. ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് കാവടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ അങ്ങ് കാട്ടാക്കട പോകാൻ പോവുകയാണ്. ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്ക് വഴിയെ കാണാം. ഞാൻ എൻ്റെ താവളത്തിലെത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ഈ സമയമൊക്കെ കാണുന്നത്. സമയം 7 മണി എന്തോ ആയതേ ഉള്ളൂ. നല്ല തണുപ്പായിരുന്നു. അപ്പം ബാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ പുട്ടുണ്ടാക്കിയിട്ടില്ല, കടലക്കറി ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് സംഭവം ഞാൻ അവിടെ നിന്ന് എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് മെയിനായിട്ട് സ്പെഷ്യലായിട്ടുള്ള കാര്യം. 4 മാസം എന്തോ ആയി തോന്നുന്നു. 4 മാസമായി. അപ്പോൾ ലീവിന് എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആൾ ക്യാമറയിൽ വരില്ല, എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഞാൻ അവിടെ നിന്നു. കടലക്കറി ഒന്നും ആയിട്ടില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കുക്കിങ്. അതിൽ എക്സ്പേർട്ടാണ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അറിയാം. അപ്പോൾ ഏകദേശം കറി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫുഡുകളെല്ലാം എനിക്കിഷ്ടമാണ്, ബാക്കിയുള്ളവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി കോലി പോകുന്നുണ്ട്. വൈകിട്ട് കാവടി സമയത്ത് തരാം. ബൈ ബൈ. കൊണ്ടുവന്നത് മുഴുവൻ ക്യാമറ എവിടെയാണല്ലേ? കൊണ്ടുവന്നത് മുഴുവൻ. ഇനി തന്നെ 2 കിലോ കൂടും. അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ ആയിട്ടുണ്ട്. കടലക്കറി അടിപൊളിയായിരുന്നു. ഞാൻ തന്നെ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് റെഡിയായി ക്ഷേത്രത്തിലോട്ട് പോകണം. അവിടെ ഇന്ന് കാവടിയാണ്. അപ്പം ഇന്ന് രാവിലെ ഒന്ന് തൊഴുത് ഊണൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയൊക്കെ ആയി ക്ഷേത്രത്തിൽ പോകാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. പിന്നെ ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോകാനുള്ള വഴി ആസ് യൂഷ്വൽ മാക്കിന് നടന്ന് ആണ് പോയത്. ഞാനും അമ്മയും കൂടെയാണ് പോയത്. ചാനൽ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ പിന്നെ ഫേസ് കാണിക്കാൻ സമ്മതിക്കില്ല. സോ ഇപ്പം തന്നെ അമ്മ അറിയാതെയാണ് വീഡിയോ എടുക്കുന്നത്. അമ്മയുടെ വിചാരം ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയി. അവിടെ കുറച്ച് എൻ്റെ പൊന്നി ഒരു പറയാതിരിക്കാൻ വയ്യ. ഇവിടെ വെളിയിലൊന്നും ഇറങ്ങാതിരുന്നിട്ട് ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ വെളിയിലൊന്നും ഇറങ്ങിക്കഴിയുമ്പോൾ എന്തൊരു ചൂടായിരുന്നു. എൻ്റെ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. എനിക്കാണെങ്കിൽ തണുപ്പ് പിന്നെയും പറ്റും, ചൂടൊരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ചേച്ചിയും മോക്കുമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു. അപ്പോൾ അവിടെ അഗ്നികാവടിയുടെ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശിവയും ചേച്ചിയൊക്കെ വന്നു. പിന്നെ അവർ വന്ന് ഫുഡ് ക്ഷേത്രത്തിൽ തൊഴാൻ പോയ സമയത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവരെയും കൊണ്ടുപോയി. അവിടെ ചെന്ന് ശിവ വലുതായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ചേച്ചി അത് രണ്ടും കൂടെ കമത്തുകയാണ്. 2 പ്ലേറ്റ് ചോറ്. രക്ഷയില്ലാത്ത ചൂടിന് ഒരിടത്ത് മോടെ വീട്ടിൽ വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അറിയില്ല. അയ്യോ, ഒരുങ്ങി പോകുമ്പോൾ തോന്നും. ഇഗ്നോർ ബൈ അലമര. അടുത്ത ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് വൈകിട്ട് കാവടി സമയത്താണ്. അങ്ങനെ ഞാൻ സാരി എടുത്തു. സാരി 2 പേരുടെ സഹായത്തോടു കൂടി ഞാൻ സാരി എടുത്തു. ഒന്നും എൻ്റെതല്ല. സാരിയോ ബ്ലൗസോ കമ്മലോ ഒന്നും എൻ്റെതല്ല. ഇതാണ് എൻ്റെ ചേട്ടൻ, മൈ ഹസ്ബൻഡ്. ആർമിയിലാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഞാൻ സാരി എടുത്തു എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിക്കും കൂടെ സാരി എടുക്കണമെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പായിരുന്നു. ചേട്ടനായിരുന്നു ഞങ്ങളെ ക്യാമറാമാൻ. ശിവ അടങ്ങി നിൽക്കത്തേ ഇല്ല. പിന്നെ പിടിച്ച് ക്യാമറയിൽ നോക്കൂല അവൾ. പിന്നെ ഞാനവിടെ റെക്കോർഡ് ചെയ്യാൻ വച്ചേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്.
വീഡിയോ വീഡിയോ. ശിവ 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 ശിവ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ ഭവനം. പിന്നെ വിളക്കൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ വെച്ച് റെഡിയാക്കിയിരുന്നു. നല്ല ലേറ്റായിട്ടാണ് കാവടിയൊക്കെ എത്തിയത്. ഞങ്ങൾ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ചേച്ചിയുടെ അവിടെയാണ്. പൊട്ടത് എവിടെ ഇരിക്കുന്നത്? പൊട്ടിന്റെ സ്ഥാനമൊക്കെ മാറി. നേരെ നേരെ നേരെ. ഓക്കെ, കൊള്ളാം, അടിപൊളി. പിന്നെതാ ഇവരെൻ്റെ ചാനൽ എങ്ങനെ പൂട്ടിക്കാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇവരെ ഞാൻ വൈറലാക്കുന്നു, ഇവരുടെ വീഡിയോസ് കണ്ടിവരെയൊക്കെ എല്ലാവരും വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശിവയ്ക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും ലാലു ചേട്ടനും അവളും വൈഫും കൂടെ വന്നായിരുന്നു. എത്തിയില്ല എന്നും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. പിന്നെ കാവടി വന്ന് പറഞ്ഞു. കാവടിയുടെ കുറച്ച് വിഷ്വൽസാണ് കണ്ടു നോക്കുക. കാവടി ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർക്ക് ഉപകാരപ്പെടുമായിരിക്കും.
ചുമ്മാ അങ്ങനെ പിടിച്ചോണ്ടിരിക്കാത്ത അങ്ങനെ കാവടിയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അഗ്നികാവടി കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ 4 പേരും കൂടെയാണ് പോയത്. അപ്പോൾ ഇനി ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അവിടെ നല്ല തിരക്കായിരുന്നു. ഒന്നും അവിടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവിടെ അഗ്നികാവടി നടക്കും. കുറേ നേരം വെയിറ്റ് ചെയ്തു. ബാക്കി അഗ്നികാവടിയുടെ വിശ്വാസമാണ് ഇതെല്ലാം. ഇത് കണ്ടു നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.
അങ്ങനെ കാവടി ഏകദേശം കഴിയാറായിരുന്നു. ഇത് കഴിഞ്ഞ് ഹിഡുമ്പം പൂജ ഉണ്ടായിരുന്നു. ഹിഡുമ്പം പൂജയും കണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വീണ്ടും തിരിച്ചു പോയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ അവർ രണ്ടുപേരും, അവർ സിറ്റിയിലാണ് താമസിക്കുന്നത്, അവർ രണ്ടുപേരും പോകാനൊക്കെ റെഡിയായി. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗുഡ് നൈറ്റ്, ബൈ.